ടു അവർ യൂട്യൂബ് ചാനൽ ദി ഹങ്കർ ട്രാവലർ. ഇന്നത്തെ റെസിപ്പി ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. സവോളയൊന്നും വഴറ്റാണ്ട് അധികം സമയം കളയാതെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു മുട്ടക്കറിയാണ്. ചില ദിവസങ്ങളിൽ രാവിലെ നമുക്ക് അപ്പത്തിനോ ചപ്പാത്തിക്കോ എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടക്കറി പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോൾ ഒരു 5-6 വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ഇടാം. എന്നിട്ടൊരു 30 സെക്കൻഡ് നേരം അതൊന്ന് വഴറ്റണം. അതിലേക്ക് ഒരു സബോള നീളത്തിൽ അരിഞ്ഞതും 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ, 1 സ്പൂൺ ഉപ്പ് ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ചു വെക്കണം. നമ്മളിത് വഴറ്റി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുക്കർ അതിൻ്റെ ലിഡ് വെച്ചിട്ട് അടച്ച് വിസിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 4 വിസിൽ വരുന്നത് വരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സബോളയുടെ ഒരു പച്ചക്കുത്തൊന്നും ഉണ്ടാവില്ല. ശരിക്കും വഴറ്റിയ പോലെ തന്നെ നമുക്ക് സബോള കിട്ടുന്നതാണ്. വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ 1/2 കപ്പ് തേങ്ങ നമുക്ക് അരച്ചെടുക്കണം. 1/2 കപ്പ് ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം. പെരിഞ്ജീരകം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും മണവുമാണ് കറിക്ക് കിട്ടുക. എന്നിട്ട് ഇതിൽ അരിയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. സബോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആവി പോയതിന് ശേഷം അത് തുറന്ന് നോക്കുക. അപ്പോൾ ആ സബോളയുടെ പച്ച മണമൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് നേരം വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ 1 കപ്പോളം വെള്ളം, ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് തിളപ്പിക്കണം നന്നായിട്ട്. അപ്പോൾ ഇത് ഒന്ന് മൂടി വെച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത്. ഇതൊന്ന് ചൂടായ ശേഷം ഞാൻ കുക്കറിൻ്റെ മൂടി വെച്ചിട്ട് തന്നെയാണ് തിളപ്പിക്കുന്നത്. നിങ്ങൾക്കൊരു പ്ലേറ്റ് വെച്ച് വേണമെങ്കിൽ തിളപ്പിച്ചെടുക്കാം. ഗ്രേവി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഞാൻ നേരത്തെ 1 സ്പൂൺ ഇട്ടിട്ടുള്ളത് കൊണ്ട് അത് കറക്റ്റായിരുന്നു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന 4 മുട്ട, കോഴിമുട്ടയാണ്. അത് ഇതുപോലെ ഒന്ന് വരഞ്ഞിട്ട് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മസാലയൊക്കെ നമ്മുടെ വരഞ്ഞ മുട്ടയിലേക്ക് നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഒരു 3 മിനിറ്റ് നേരം ഇതൊന്ന് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിടാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 5-6 ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 നുള്ളം പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിന് തീ ഓഫ് ആക്കിയിട്ട് മുട്ടക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്യാം. ഇത് ചൂടോടുകൂടെ വിളമ്പി കഴിക്കാം. ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ പെട്ടെന്നൊരു മുട്ടക്കറി തയ്യാറാക്കണമെങ്കിൽ സബോള വഴറ്റി സമയം കളയാതെ ഇതേപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.